ശുശ്രൂഷകൾ ഇങ്ങനെ ചെയ്ത് പോന്നു. കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോണു. ഇങ്ങനെ യാന്ത്രികതയാണ്. വളരെ വേഗത്തിൽ ഓടി വരുന്നൊരു വണ്ടി. കേൾക്കണേ, മടുത്തോ നിങ്ങൾ? വളരെ വേഗത്തിൽ ഓടി വരുന്നൊരു വണ്ടി ഭയങ്കര സ്പീഡിൽ ഓടി വരികയാണ്. അങ്ങനെ സ്പീഡിൽ ഓടി വരുമ്പോൾ അതിൻ്റെ എൻജിൻ നിന്ന് പോയാൽ വണ്ടി പോവോ? പിന്നെ പോവും. പോവോ? വണ്ടി വളരെ സ്പീഡിൽ ഓടി വരുന്നൊരു വണ്ടി, എൻജിൻ നിന്ന് പോയി, വണ്ടി മുന്നോട്ട് പോവോ? പോവും. വന്ന മൂച്ചിൽ കുറേ ദൂരം കൂടെ പോവും. ഇന്ന് ഒരുപാട് ശുശ്രൂഷകൾ ഈ വന്ന മൂച്ചി പൊക്കൊണ്ടിരിക്കുകയാണ്. എൻജിൻ ഓഫാണ്. മനസ്സിലായി? ഈ വന്ന മൂച്ചിൽ പൊക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വന്ന സ്പീഡിൽ അങ്ങ് പോന്നേ ഉള്ളൂ. ഒരു കാലത്ത് ഇത് കത്തിച്ചു വിട്ടവന്റെ അഭിഷേകത്തില് ഇത് പോണെന്നേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇനി ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ആവണമെങ്കിൽ വിശുദ്ധി ഉണ്ടാവണം. അതായത് ഓരോരുത്തരും, മനസ്സിലായോ? ഫ്രം ടോപ്പ് ടു ബോട്ടം അടിമുടി വിശുദ്ധരാവണം. പാപത്തെ തോപ്പിക്കണം, കയറി വരണം, ലോകമോഹങ്ങൾ ഉപേക്ഷിക്കണം, എനിക്ക് എന്ത് കിട്ടുമെന്നുള്ള ചിന്തകൾ കളയണം, സ്വാർത്ഥത വെടിയണം. പിശാചിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അവൻ്റെ മുഴുവൻ സാധനം ഇതിനകത്തിരിക്കുക. സാത്താനോടാ യുദ്ധം, പക്ഷെ അവൻ്റെ മുഴുവൻ പരിപാടികളുടെ കയ്യിൽ. അഹങ്കാരം, മനസ്സിലായോ? ഇല്ലെങ്കിൽ മാത്രം ഹല്ലേലൂയ പറയണം. അഹങ്കാരം ഇല്ലെങ്കിൽ മാത്രം ഹല്ലേലൂയ പറയണം. ഇല്ലെങ്കിൽ മാത്രം അഹങ്കാരം. അല്ല, ഉണ്ടാവും. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അസൂയ, മാത്സര്യം, ഭിന്നത, കലഹം, എനിക്ക് വളരണമെന്നുള്ള ആഗ്രഹം, അശുദ്ധി, ധനമോഹം, സ്വയം വിഗ്രഹാവുന്ന അവസ്ഥ, ഒരു തിരുത്തൽ പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇത് മുഴുവൻ അകത്ത് കിടക്കുക. എന്നിട്ട് പറയാണ് യേശുവിന്റെ നാമത്തിൽ എല്ലാത്തിനെയും ബന്ധിക്കുക. എന്തൊരു കോമഡിയാണത് ചേട്ടാ.